നീ പുറത്ത് വീട്ടി എന്റെ പുറത്തല്ല, അമ്പലത്തിന് പുറത്ത് കൊല്ലി വിളിക്കിരിക്കുന്നു പറഞ്ഞാ പോരെ. അമ്മേ മഹാമായേ ദുർഗാ ഭഗവതി ദുഃഖവിനാശിനി ശരണം നീ തവച്ചണ്ടേ. അമ്മേ മഹാമായേ രക്ഷിക്കണം, കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തരട്ടെ. അമ്മേ 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 ഒരുമാതിരി പരിപാടി കാണിക്കില്ലട്ടാ. മറ്റടുത്ത് വീഴ്ചയായി പോയി. മുത്തശ്ശി, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഏൽക്കുന്നുണ്ട്. അതെ, എന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ നിന്റെ വിവരക്കേട് കൊണ്ടാണോ എനിക്കറിയില്ല. നീ എന്താ ഈ കാണിക്കണം, എനിക്ക് മനസ്സിലാവണില്ല. ഹെൽപ്പ് ചോദിക്കാൻ പോയവൻ ആടുന്നു, പാടുന്നു, കരയുന്നു. ഇപ്പതേ മിണ്ടാതെ പോന്നേക്കണം. അതൊക്കെയാടാ ഇതിന്റെ ഒരു നമ്പർ. വെറുതെ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ആരെങ്കിലും ചെയ്യൂ? മനസ്സിലൊരു ഇഷ്ടം വന്ന് നോക്കട്ടെ, പിന്നെ എന്ത് ഹെൽപ്പും വാരിക്കോരി ചെയ്യും. പക്ഷെ ആ പറഞ്ഞ ഇഷ്ടം അവൾക്കും തോന്നണ്ടേ, അതും നിന്നോട്. എടാ, അവളൊരു നാട്ടുമ്പുറത്തുകാരി പെണ്ണ്, ഞാനാണെങ്കിലോ പട്ടണത്തിൽ നിന്ന് വന്നൊരു സുന്ദരൻ. പട്ടണത്തിൽ നിന്ന് വന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുന്ദരൻ. എന്റെ ഈശ്വര, അപ്പൊ എന്നെ കണ്ട ജനം എന്തെന്ന് പറയും? പിച്ചക്കാരെന്ന്. ഒച്ച വെക്കല്ലേ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ പൊളിയും പോത്തെ. എടാ, എന്റെ കയ്യിലുള്ള സൗന്ദര്യവും കഴിവും വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും അവളെ വീഴ്ത്തും. അത് പിന്നെ പതുക്കെ പറയണോ? പിന്നെ നീ നോക്കിക്കോ, നാണത്താൽ കാൽവിരൽ കൊണ്ട് അവൾ കളം വരച്ചുകൊണ്ട് ചോദിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറയും, കാര്യം സാധിക്കുക ചെയ്യും. അപ്പൊ ഞാൻ പോട്ടെ. ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് ഈ മലയുടെ താഴ്ത്തു വെച്ചാണ്, അതും തികച്ചും യാദർച്ഛികമായി. നീ എങ്ങോട്ട് വരുന്നത്? അവളെ വീഴ്ത്താൻ. ഒരു ഭീകര ജന്തുവിനെ കാണിച്ചു പേടിപ്പിച്ചു വീഴ്ത്താനല്ല ഞാൻ പോകുന്നത്. പോടാ പട്ടി. വേണ്ടായിരുന്നു. അവൻ പിന്നെയും വന്നിട്ടുണ്ട് നിന്നെ വീഴ്ത്ത. മുത്തശ്ശി, ഹനുമാന്റെ പുതിയ പ്രതിഷ്ഠയാ. പാല് വീട്ടിൽ വെച്ച് മറന്നു തോന്നുന്നു. ഹനുമാൻ എന്റെ മുഖാണോ? എക്സ്ക്യൂസ് മീ, ഞാനൊരു സോറി പറയാൻ വേണ്ടി വന്നതാ. എന്നോടോ? അതെ. എങ്കി പറഞ്ഞോളൂ. സോറി. ശരി. അല്ല, എന്തിനാ സോറി പറഞ്ഞെന്ന് ചോദിച്ചില്ല. അയ്യോ സോറി. എന്തിനാ സോറി പറഞ്ഞത്? അന്ന് കുട്ടിയുടെ കൂടെ ആടിയതിനും പാടിയതിനും ഒക്കെ. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്തിനാ മീരയിലെന്ന് അറിഞ്ഞിട്ടും കുട്ടിയുടെ കൂടെ ആടുകയും പാടുകയൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല. സോറി. ഓ, അത് സാരമില്ല. അല്ല, ആരാ മീരാന്ന് ചോദിച്ചില്ല. ആരാ മീര? അതൊരു വലിയ കഥയാ. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി അല്ല, ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയാം. എന്റെ മീര മരിച്ചു. പക്ഷെ അതേ രൂപത്തിലുള്ള കുട്ടിയെ കണ്ടപ്പോ എന്റെ മീര തിരിച്ചു വന്നു. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, പാടിപ്പോയി, ആടിപ്പോയി. സോറി മുത്തശ്ശി, സോറി. ഞാൻ എന്തിനങ്ങനെ ചിന്തിച്ചത്? അയ്യോ, ഒന്ന് പ്രേമിച്ചതല്ലേ? കണ്ടപ്പോ ഞാൻ കരുതി ഫ്രഷ് ആയിരിക്കുമെന്ന്. ഞാൻ ഓവറാക്കിയോ? ആക്ച്വലി ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്. ഐ മീൻ, ഒരു വൺ വേ ലവ് ആയിരുന്നു. ആണോ? ആ, ഞാൻ ഫ്രഷ് ആണ്. കുട്ടിക്കറിയോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യം എന്റെ കണക്ക് ടീച്ചർ എന്നെ പ്രേമിച്ചു. പക്ഷെ എന്താന്നറിയില്ല, ഞാനത് കണക്കിലെടുത്തില്ല. പിന്നെ കോളേജ് പഠിക്കുമ്പോ മീര എന്നെ പ്രേമിച്ചു. ഞാനത് തട്ടിക്കളഞ്ഞു. എന്റെ ആളെ കാണുന്നവരെ ഞാൻ കാത്തിരുന്നല്ലേ പറ്റൂ. ഇപ്പോ ഇവിടെ വെച്ച് കുട്ടിയെ കണ്ടപ്പോഴാണ് എന്തു പറ്റി? ദിസ് ഇസ് എ ബിഗ് റോക്ക്. തട്ടിട്ട് നീങ്ങില്ല. ഐ തോട്ട് ദിസ് ഇസ് എലിഫന്റ് പിണ്ടം, യു നോ. ഓ, ഫോഴ്സ് വെഹിക്കിളാ. അതെ, ഞാൻ വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടോ. എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? എവിടെയായാലും മതി. ഒന്ന് ഇറങ്ങാമോ? എന്തേ? ഇറങ്ങോ. ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. വീരമണി വണ്ടിയുടെ. അല്ല, എന്തു പറ്റി? സൈഡിൽ കൂടി നടന്നപ്പോ കാലില് വീലേറിയതാ. അയ്യോ. ഏയ്, കൊഴപ്പില്ല. അല്ല, വീട്ടിലെന്തെങ്കിലും പറ്റിയാവോ? എന്താ പേര്? മീന. എന്താ കഴിച്ചെന്നല്ല ചോദിച്ചത്. എന്റെ പേരാ പറഞ്ഞത്, മീന. നമ്മുടെ പേരെന്താണാവോ? ഭുവൻ. പൂവനോ? രണ്ട് പെടയുടെ കുറവുണ്ട്. പൂവനല്ല, ഭുവൻ ചന്ദ്രൻ. വീരമണി, ഓ, ഗിയർ ചേഞ്ച് ചെയ്തോളൂ. സ്പീഡ് കൂടുന്നുണ്ടോ? കുതിരക്കാരാ, ഞാൻ കുതിരയൊന്നും അല്ല. എനിക്ക് അങ്ങനെ 2 കാലേ ഉള്ളൂ. സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? വിചാരിച്ച പോലെ വീണു
വേണോ? അയ്യോ പോലെ, ഏയ് ഹെൽപ്പ് വേണം, ആള് പുറകിലുണ്ട്. കുതിരക്കാരാ ഒന്ന് നിർത്തൂ. അയ്യേ അയ്യേ, കുതിരയുടെ ബാക്കിൽ എന്താ പോയിക്കൊണ്ടിരിക്കുന്നു? അയ്യേ ചാണകല്ലേ ഇത്? ഏയ് കുതിരക്കാരാ, കുതിരയുടെ ഡിക്കി ഒന്ന് അടയ്ക്കൂ, ലഗേജ് പോയിക്കൊണ്ടേയിരിക്കുന്നു. മാറ് മാറ്. ചെവി കേട്ടൂടാ പോസ്റ്റേ. അല്ല ഇയാളെങ്ങനെ വിടത്തി? ഇവിടത്തെ കുതിരയ്ക്ക് ലൂസ് മോഷൻ ആയതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. എന്തത്? അച്ചാറ് കമ്പനിയാ. 5-6 കമ്പനിയാ? എന്നിട്ട് ഒരെണ്ണല്ലുള്ളൂ? 5-6 അച്ചാറ് കമ്പനി. അച്ചാറ് കമ്പനിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിക്ക് നിക്ക് നിക്ക്, ഷൂ അഴിച്ചിട്ടിട്ട് കേറിയാ മതി. ഓ ദാ ഷൂ. അപ്പൊ ഈ ഷൂ ഇത് ഷൂ അല്ല, പിന്നെ വരുന്ന വഴി ചാണം ചവിട്ടിയതാ. അയ്യേ പോയി കഴുകിട്ടോടോ. ചാണകം എന്റേതല്ല, ഇവിടുത്തെ കുതിരയുടേതാണ്. ആരുടെ ആണെങ്കിലും കഴുകണം. വെള്ളം എവിടെ കിട്ടും? പൈപ്പ് കിട്ടും. പൈപ്പ് അവിടെ കിട്ടും. അവിടെ പോയി ആരോടെങ്കിലും ചോദിക്കണോ? മൂക്കത്തുള്ള ശുണ്ടി. എന്താ? വാചകത്തിന് ഒരു കുറവുമില്ല. സിഗരറ്റ് വലിക്കോ? ഏയ് ഇല്ല. മദ്യപാനം? അയ്യോ, അതിന്റെ രുചി എന്തെന്ന് അറിയുപോലും ഇല്ല. അപ്പോ നാവിനൊക്കെ നല്ല രുചി കാണും അല്ലേ? പിന്നെ ഇതിന്റെയൊക്കെ കളറ് കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ദേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ കയ്യല്ല, നാവ്. ഏയ്. ആ, 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 ആ. അയ്യോ എന്തു പറ്റി? മലയാള അക്ഷരം പഠിക്കുന്നതാ. എരിവുണ്ടോ? ഏയ്. ഇനി അതാ. അപ്പൊ ദേ ഈ മുളകച്ചാർ കൊറേ കൊടുത്തേ, തിന്നു നോക്കട്ടെ. ഏയ് നല്ല മധുരമുള്ള മുളകാ, കഴിച്ചോ. അയ്യോ കൊതിയൻ ആർത്തിയുണ്ട്. പഴയ മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. എരിയുന്നുണ്ടാവും പാവം. എരിയണില്ല? എന്നാ ഞാൻ പോയി നല്ല എരിവുള്ള കാന്താരി മുളകച്ചാർ എടുത്തോണ്ട് വരാമേ. ഒരു മിനിറ്റ്. കുറച്ച് വെള്ളം തരുമോ? പിന്നെന്താ, ചാറ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അയ്യോ, അല്ല, നാവിൽ അച്ചാറ് വെച്ചതിന് താനെന്തിനാ മൂട്ടിത്തടവുന്നത്? ഉള്ളിക്കുടി കലശം പോട്ടാ പട്ടി. നാരങ്ങ അച്ചാർ എടുക്കട്ടെ? നാരങ്ങ അച്ചാറ് വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ബാഗാച്ചിട്ടുണ്ടാക്കിയേ. ഉവ്വ. ഓൾഡ് ബാഗ് ഓഫ് പിക്കിൾസ്. കാന്താരി ഊറുകായ റെഡി. കൊഞ്ചം സാപ്പിട്ട് പാരുങ്ങളെ. നോ 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 നോ. ഇത് ഒരുമിച്ച് തന്നെ ഞാൻ വായില് ടേസ്റ്റ് അറിയില്ല. ഞാൻ കുറച്ചേരം ദാവൂട്ടി വെള്ളത്തിലിട്ടിട്ട് വരാം. കേട്ടോ തുടങ്ങാതിരി നന്നായി. കുതിരയ്ക്ക് കൊടുക്കാനുള്ള വെള്ളം ഇത്. ഇതിലാണോ അച്ചാറ് കലക്കുന്നേ? സോറി, കുതിരോട് പറയല്ലേ, ഞാൻ അതിന്റെ തൊഴി കൂടി കൊള്ളാൻ എനിക്ക് വയ്യ. വെരി നൈസ് ഹോഴ്സ്. കണ്ടിട്ട് കേറിയത് ഓടിക്കാൻ തോന്നുക. ആഹാ, ഹോഴ്സ് റൈഡിംഗ് അറിയോ? ആ പിന്നെ അങ്ങനെയൊക്കെ. എന്നാ ഞങ്ങളുടെ മുത്തുവിനെ ഒന്ന് ഓടിച്ചു നോക്ക്. മുത്തു അതാരി? ഇവന്റെ പേരാണ് മുത്തു. ഹായ് മുത്തുടാ. കേറിക്കോളൂ. അയ്യോ അത് വേണ്ട. ആഹാ, ഓടിച്ചോളൂന്നേ. വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ഓടിച്ചോളാം. വീട്ടില് 3 ഹോഴ്സ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അത് ഞങ്ങളുടെ മുത്തുവിനെ അപമാനിക്കുന്നതിന് തുല്യ. വീരമണി. ഓ ഓ ഓ டேய் இங்க வாங்கடா. இந்த ஆளை இதுக்கு மேலே ஏத்தி விடு. അത് വേണ്ട, ഞാൻ കുതിര ഓടിക്കാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് കുതിരയ്ക്കും ഇല്ല, ധൈര്യമായിട്ട് കേറി. തല കുത്തിയാണോ കുതിരപ്പുറത്ത് വെക്കുന്നത്? പോയി ഈ 30 ഏക്കർ ഭൂമി ഒരു മലയാളിയെ കൊണ്ട് വാങ്ങിപ്പിച്ചത് നീയല്ലടാ. എന്തോ നിന്റെ ആളല്ലടാ ആരും അറിയാതെ ഈ സ്ഥലം വാങ്ങിയത്. നീ എന്താ വിചാരിച്ചേ? ആരും അറിയില്ല എന്ന് വിചാരിച്ചേ? എറിഞ്ഞിട കേട്ടോ, നിനക്ക് കറുപ്പയെ അറിയാം. അയ്യടാ ഓ പിന്നിന്ന് കുത്തി കൊല്ലാൻ നോക്കിയതാ. ചെറ്റത്തരം പറയുന്നോടാ. നീ ഒരുപാട് പേരെ കയ്യും കഴുത്തുമൊക്കെ എടുത്തിട്ടില്ലേ?
അതിൽ ഏതോ ഒന്നിന് ആരെങ്കിലും പകരം വീട്ടാൻ വന്നതായിരിക്കും. പോടാ.